2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ ഞാൻ ആവി പിടിച്ചിട്ട് കുളിക്കാമെന്ന് ഓർത്തപ്പോൾ ചാച്ചൻ മീനും കൊണ്ടുവന്നു. ഇത് ഏതാ മീനൊന്നും എനിക്കറിയില്ല, കണ്ടിട്ട് അയിലയാണെന്നാണ് എൻ്റെ ഒരു. ഞാനിങ്ങനെ മീൻ വെട്ടാനൊന്നും എക്സ്പെർട്ട് അല്ല, എൻ്റെ കയ്യിലാകുമ്പോൾ മീൻ തരാറുമില്ല കേട്ടോ. ഞാനിങ്ങനെ മീൻ നന്നാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ മുട്ട കേട്ടോ ഇത്രയും. ഈ മുട്ട മാത്രം പൊരിച്ച് കഴിയുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ? മീൻ വേണ്ട, മീനേക്കാളും ടേസ്റ്റായി മുട്ടയ്ക്ക്. അങ്ങനെ മീനൊക്കെ നന്നാക്കി വറുക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ പണികളൊക്കെ ചെയ്തു, പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഒരു സമയം 9 മണിയായി കാണും. പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് മടുത്തു. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം മുടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ കോളേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും മുടിയൊന്നും ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഷോർട്ടാക്കി വെട്ടുകയും ചെയ്തു. ഞാൻ അങ്ങനെ കുറച്ച് നേരം രാത്രി മുടി അഴിച്ചിടും. എനിക്കതിഷ്ടമാണ്. കുറച്ച് എയറൊക്കെ കയറാൻ നല്ലതാണ്. അപ്പോൾ നല്ല കിടക്കാൻ നേരത്ത് കെട്ടി വെച്ചാലും ഇങ്ങനെ ആവിച്ചിരിക്കും പോലെ തോന്നില്ല. ഞാനീ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ബീറ്റ്റൂട്ടിൻ്റെ നീര് മാത്രം ചുണ്ടിലിട്ടിട്ടാണ് അത്ര ടിൻ്റായിട്ടിരിക്കുന്നത്. എൻ്റെ ചുണ്ട് നല്ല പിഗ്മെൻറ്റഡ് ആണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ബീറ്റ്റൂട്ടിൻ്റെ നീര് അപ്ലൈ ചെയ്ത് ആ പിഗ്മെൻറ്റേഷനൊക്കെ ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ ബീറ്റ്റൂട്ടിന് നീരിടുമ്പോൾ തന്നെ നല്ലൊരു ചുവപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അടുക്കളയിലിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. വീട് മൊത്തം ഈയലാണ്. ഈയൽ കാരണം എനിക്ക് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിലിരുന്ന് ഫുഡ് കഴിച്ചു. ചോറിന് അച്ചിങ്ങ പയറും കടലയും മോരുകറിയും പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കട്ടോ.